ഒരിക്കൽ മാത്രം വിളി കേക്കുമോ? ഒരിക്കൽ മാത്രം വിളി കേക്കുമോ? ഒരു പ്രാവശ്യം മാത്രം വിളി കേട്ടാ മതി. എടി കുരിപ്പ കുട്ടിത്തേവാങ്ക ഞാനേ ആടി നിന്നെ ഞാൻ കൊല്ലണമേ. എന്നെ കൊല്ലുന്നേ. അയ്യോ അയ്യോ ഇതിന് കൂടെ നടന്നിട്ട് ട്രോള് നീ ചേച്ചി. അതിപ്പോ നീയും മോശമൊന്നും അല്ലല്ലോ. കൊച്ചേ മൂത്തരെ കൈ വെക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ ഹലോ പോയി നോക്ക്. നിനക്ക് നോക്കിയെന്ന് കുഴപ്പം? വീട്ടിലൊരു ആള് വന്നാ പോയി നോക്കാൻ പോലും വയ്യതിന്. ഹലോ ഹലോ ഹായ്. ഞാൻ അകത്തോട്ട് കേറിക്കോട്ടെ? കേറിക്കോ. നമസ്കാരം. നമസ്കാരം. ശിവ പറഞ്ഞായിരുന്നു കണ്ട കാര്യം. ആ സുഖല്ലേ ബ്രോ? സുഖാ. ശിവുവിന് സുഖല്ലേ? ഓ എനിക്ക് സുഖം. എന്തായി പിന്നെയും പഴയ താവളത്തില് എല്ലാരും കൂടെ കൂടാൻ തുടങ്ങിയ? അങ്ങനെയൊന്നുമല്ല, അത് അവിടെ പോയപ്പോ ക്രിക്കറ്റ് കളി നടക്കുന്നത്. ക്രിക്കറ്റ് കളിയാ? ആ പയ്യന്മാരെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നു. ക്രിക്കറ്റിലേക്ക് തുടങ്ങിയ? ഓ ഞാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് പോവായിരുന്നല്ലേ ക്രിക്കറ്റ് കളിക്കാൻ? പോവാലോ. പിന്നെ പോവാം. എങ്ങോട്ടാ? ക്രിക്കറ്റ് കളിക്കാൻ. ക്രിക്കറ്റ് കളിക്കാൻ പോവാ. പിന്നെ പോവാ. പിന്നെ അല്ല ഞാൻ വെറുതെ വന്നതാ, അങ്ങോട്ട് പോയ സ്ഥിതിക്ക് ഇങ്ങോട്ട് കയറി എല്ലാരും കാണാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാ. അപ്പൊ പിന്നെ എങ്ങനെയാ കച്ചവടമൊക്കെ ആയിട്ട് കൊച്ചിയിൽ തന്നെ കൂടുവാണോ അതോ പാലക്കാട് പോവോ? അല്ല കച്ചവടമൊക്കെ ഞാൻ അന്നത്തോടെ നിർത്തിയേച്ചി. ഇപ്പൊ അങ്ങനെ ഒരു പരിപാടിയില്ല. പിന്നെ ഈ പാലക്കാട് പോയിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാരെയും കുടുംബക്കാരെയും ഇങ്ങനെ കുത്തുവാക്ക് കേൾക്കാന്നല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. മറ്റേ കാര്യമൊക്കെ അറിയില്ല, അത് വെച്ച് തന്നെ പറയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിൽക്കാം എന്നുള്ളൊരു ഓപ്ഷൻ. ഹായ് മോളു. ശിവു ഉമ്മ നമസ്കാരം. ഷിബു സൗഖ്യമാ? ആ സുഖം. ജയിലിപ്പോ പഴയതുപോലെ നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സുഖം ആണോ? ആ പോണോ? വേണ്ട. ശിവചേട്ടാ, ഓ എന്തൊക്കെ പറഞ്ഞാലും മഞ്ചര മഞ്ചര കൂട്ടിലാണെങ്കിലും മഞ്ചര മഞ്ചര തന്നെ പാരിൽ ആയിരിക്കുമല്ലേ? ഇതെന്തോ അറബിയാണോ? അറബി ഒന്നുമല്ല, ഇത് അച്ഛൻ പണ്ട് പറയണ കേട്ട് ഓരോന്നൊക്കെ ഓർത്ത് പറയതാ. പക്ഷേ ഫീഡ് ചെയ്ത റൂട്ട് മാറിപ്പോയി. ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് വെച്ചാ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ജയില് ജയില് തന്നെയല്ലേ. ഓ അങ്ങനെ മോള് മിടിക്കുന്നേട്ടാ. അതെ അതെ, മിടുക്കിച്ചിരി കൂടി പോയതിന്റെയാ. മിടുക്കിന്റെ കൂടെ ഇച്ചിരി സൗന്ദര്യം കൂടെ കൂടിപ്പോയി. എല്ലാം തികഞ്ഞു സ്വയം അങ്ങ് വിശ്വസിച്ചേക്കുക. മാർക്കിന്റെ കാര്യം ഇപ്പൊ അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുത്തോണ്ടല്ലോ പൊളിഞ്ഞിടി. എപ്പോഴും എന്നെ ഇടിച്ച് താഴ്ത്തിക്കണം. അയ്യോ മോനെ, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ അമ്മയും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങള് 3 പേരാ മൊത്തത്തില്. അമ്മ, ഞാൻ, ചേച്ചി. അച്ഛയില്ല, എൻ്റെ ചെറുതായി മരിച്ചുപോയി. പിന്നെ കുടുംബമൊക്കെ നോക്കിയത് അമ്മയാണ്. അമ്മ തന്നെയാണ് ചേച്ചിയുടെ കല്യാണവും കഴിപ്പിച്ചിട്ടത്. അതിനുശേഷം ചേച്ചി എന്തോ ഒരു ഇഷ്യൂവിനാൽ എന്നോട് മിണ്ടാറില്ല. അതിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു അസുഖം വന്നു. അപ്പോൾ കുറച്ച് പൈസയ്ക്ക് എമർജൻസി ആയിട്ട് വന്നു. അപ്പം ജോലി ചെയ്തുണ്ടാക്കാൻ സിറ്റുവേഷൻ സമയം ഒന്നും എനിക്ക് പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്. എല്ലാം ഒരു എന്താ പറയാ, അതൊന്നും സാരില്ല ഷിബു, പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ? ഇനി മുന്നോട്ടുള്ള ജീവിതമാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ചേട്ടാ, ചേട്ടൻ ഏതുവരെ പഠിച്ച്? ഞാൻ ബികോം വരെ പഠിച്ചു. അല്ല പാസ്സായില്ല, പഠിച്ചു. ஷிபு உங்கள மாதிரியே தான் நானும். കെമിക്കൽ കച്ചവടം ഉണ്ടായിരുന്നു. அதில்ல, எனக்கு அப்பா மட்டும்தான் இருக்காரு, அம்மா இல்ல. ഓ അങ്ങനെ, സോറി ചേച്ചി, വേറെ ഒന്നും വിചാരിക്കല്ലേ. அது பரவாயில்ல, நான் சொன்னேன். ஆனா என்னோட லைஃப் சேஞ்ச் ஆனது இவங்களெல்லாம் பார்த்ததுக்கு அப்புறம் தான். ആണോ? എന്റേതും അങ്ങനെ തന്നെ. ഇവരെ കണ്ടതിന് ശേഷമാണ് എന്റെ ലൈഫും ചേഞ്ച് ആയത്. ഇവിടെ ഇങ്ങനെയാണോ? ഇവിടെ വന്നതിന് ശേഷം എല്ലാവരുടെ ലൈഫും ചേഞ്ച് ആവോ? പിന്നെ ഇവിടെ പെട്ടുണ്ടല്ലോ, പെട്ടതാ അല്ല ചേഞ്ച് ഉദ്ദേശിച്ചു.
അളിയ ആ, ഏ? കേശു കൈത എന്തായിരുന്നു? നന്ദിയുണ്ട്. തീത്താ തീരാത്തത്ര കടപ്പാടുണ്ട്. തീത്താ തീരണ്ട ഒന്നുമില്ല, സന്തോഷം മാത്രം മതി. നന്ദിയുണ്ട് മോളെ, നന്ദിയുണ്ട്. ശിവു നന്ദിയുണ്ട്, പ്രത്യേക നന്ദിയുണ്ട് കേട്ടോ. ஷிபு உங்களுக்கு ஒரு ஸ்ட்ராங் டீ எடுக்கட்டா? അയ്യോ വേണ്ട, ഞാൻ പോവാ. ശരി എന്നാ. നിക്ക് ശിവു, മഴയൊക്കെയല്ലേ, നമുക്കൊരു ചൂടോടെ ചായ ഒക്കെ കുടിച്ചിട്ട് പോവാ. എന്നാ പിന്നെ ஆமா ஷிபு, நான் இப்பவே எடுத்துட்டு வரேன். ചായ കുടിച്ചിട്ട് പോവാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.